അറബ് രാജ്യങ്ങൾക്ക് മേലുള്ള ഇറാന്റെ ആക്രമണ പരമ്പര തുടരുകയാണ്. ഒരു കൂട്ടം ഡ്രോണുകളാണ് ഇപ്പോൾ കുവൈറ്റിന്റെ ആകാശത്തോടുകൂടി തന്നെ പറന്നെത്തി ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. പ്രധാനമായും എണ്ണപ്പാടങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇറാൻ ആക്രമണം നടത്തിയതും. മാത്രമല്ല US-നോടുള്ള കടുത്ത പ്രതികാര നടപടിയുടെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങളെ ലക്ഷ്യം വെക്കുന്നതും. വെറും 48 മണിക്കൂർ മാത്രമാണ് ഇപ്പോൾ തങ്ങൾക്ക് ഇവിടെ നൽകാൻ സാധിക്കുന്നതെന്നത് അന്ത്യശാസനമാണ് ട്രംപ് പുറത്തുവിട്ടിരിക്കുന്നത്. വെറും 48 മണിക്കൂർ മാത്രമാണ് ഇപ്പോൾ ട്രംപ് ആകട്ടെ ഇറാന് നൽകിയിരിക്കുന്ന അന്ത്യശാസനം. അതിനുള്ളിൽ തന്നെ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് പിന്മാറുകയും ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്നും ഉടൻ തന്നെ ഹോർമോസ് തുറക്കണമെന്നും ഇല്ലെങ്കിൽ നരകയാതന അനുഭവിക്കേണ്ടി വരുമെന്നതാണ് ഇപ്പോൾ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതേസമയം കുവൈറ്റിന് നേരെ നടത്തുന്ന ആക്രമണമാകട്ടെ രാജ്യത്തിന് അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള നിരവധി ആക്രമണങ്ങളാണ്. വൈദ്യുതി, വെള്ളം, എണ്ണ എന്നിവയുടെ സംഭരണ വിതരണ കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വിവിധ സർക്കാർ വകുപ്പുകൾ പ്രവർത്തിക്കുന്ന മിനിസ്ട്രി കോംപ്ലക്സിന് നേർക്കും ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. മിനിസ്ട്രി കോംപ്ലക്സിന് കാര്യമായ കേടുപാടുകൾ ഇതിൽ പറ്റിയെന്നതാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. 2 വൈദ്യുതി ജലവിതരണ കേന്ദ്രങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചതായും വ്യക്തമാകുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിലെ കിഴക്കൻ മേഖലയിൽ ഡ്രോൺ മിസൈൽ ആക്രമണം വലിയ രീതിയിൽ ആക്രമണ ശ്രമം ഉണ്ടായി. ഇറാനിൽ നിന്നുള്ള ആക്രമണങ്ങൾ പരാജയപ്പെടുത്തിയെന്ന് സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചതിന് പിന്നാലെയാണ് ഈ ആക്രമണം. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കുകൾക്ക് നേരെ വീണ്ടും ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായത്. സിവിൽ ഏവിയേഷൻ അതോറിറ്റിയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. കുവൈറ്റ് ഏവിയേഷൻ അതേപോലെ തന്നെ അവിടെ പ്രവർത്തിക്കുന്ന എണ്ണ ടാങ്കുകൾക്ക് നേരെയാണ് ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തിയതും. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി തന്നെ ഈ കഴിഞ്ഞ പുലർച്ചെ തന്നെ ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം അവിടെ ആളപായം ഒന്നും തന്നെ ഉണ്ടായതായും അല്ലെങ്കിൽ വസ്തുനഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നതെന്നതായിരുന്നു അധികൃതർ അറിയിച്ചത്. കഴിഞ്ഞ ദിവസം ദുബായ് തീരത്ത് കുവൈറ്റിന്റെ ഓയിൽ ടാങ്കിന് നേരെ പോലും ആക്രമണമുണ്ടായി. കപ്പലിൽ ഉണ്ടായിരുന്ന 24 ജീവനക്കാരും അവിടെ സുരക്ഷിതരാണ് എന്നും ആക്രമിക്കപ്പെട്ടത് കുവൈറ്റിന്റെ കൂറ്റൻ ടാങ്കർ ആണ് എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തീരത്ത് കിടക്കുകയായിരുന്ന കപ്പലിന്റെ ആ ഹോൾ പൂർണ്ണമായും തകർന്നു എന്നും വ്യക്തമാവുന്നു. അതേസമയം യുദ്ധത്തിന്റെ പ്രത്യാഘാതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളാണ്. ഗൾഫ് മേഖലയിലെ അസ്ഥിരത ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ഉപജീവനത്തെയും ഭാവിയെയും പോലും അനിശ്ചിതത്വത്തിലാക്കുകയാണ്. ഈ സാഹചര്യങ്ങളുടെ എല്ലാം തന്നെ കേന്ദ്രബിന്ദുവായി നിലകൊള്ളുന്നത് ഹോർമുസ് ഇടനാഴിയാണ്. ഈ ഇടനാഴിയിലെ ചെറിയൊരു സംഘർഷം പോലും ആഗോള സാമ്പത്തിക ഘടനയെ ആക്രമിക്കാൻ ശേഷിയുള്ളതാണ്. ഇതെല്ലാം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ സമാധാനത്തിന്റെ പേരിൽ നടക്കുന്ന കരാറുകളും സൈനിക നീക്കങ്ങളും യഥാർത്ഥത്തിൽ ദീർഘകാല അടിസ്ഥാനങ്ങളുടെ ഒരു വിത്തുകളായി തന്നെ മാറുന്നു എന്നതാണ് സത്യം. മാത്രമല്ല ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കപ്പെടുന്നതിലൂടെ തന്നെ വലിയ രീതിയിലുള്ള ആഘാതം ഇനി വരും ദിവസങ്ങളിൽ പോലും അനുഭവിക്കേണ്ടി വരുമെന്നും സമാധാനത്തിന്റെ പേരിൽ തന്നെ സംഘർഷങ്ങൾ വളരുന്നത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഇടയുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുതയായി എടുത്തു പറയേണ്ടതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.